ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഗ്യാസ് പറ്റിച്ചൊരു കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പ്, ഏലക്ക, പട്ട, പിന്നെ നമ്മുടെ ബേ ലീഫ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈസി കോസി റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പൊന്നി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ചേർത്തത്. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിൽ കിടന്ന് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് വരണ്ട് വരണം. നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ എണ്ണയായിരുന്നു ചേർത്തത്. നെയ്യുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു കുട്ടികളെ. പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ നെയ്യില്ലായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മീൻ കൊണ്ടുവന്നാൽ ഇത്തിരി ഒന്ന് വളർന്ന മീനാണെങ്കിൽ അപ്പോഴേ ഇവിടെ ബിരിയാണി ആക്കുവാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ. അരിയെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. ഞാൻ എടുത്തത് പൊന്നി റൈസ് ആയതുകൊണ്ടാണ് 3 ഗ്ലാസ് വെള്ളം. നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചങ്ങോട്ട് വേവിക്കാം. ഒരു 2-3 വിസിലൊക്കെ വേണം കേട്ടോ ഈ പൊന്നി റൈസ് വേവാനായിട്ട്. അരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാൻ നമ്മൾ എടുക്കുന്ന നോർമൽ മസാല തന്നെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അത്രയും ചേർത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. കുഞ്ഞൻ ചൂരയായിരുന്നു കേട്ടോ. ഏത് മീൻ വെച്ച് വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കാം. എന്നാൽ ഇച്ചിരി കട്ടിയുള്ള മീനാണ് കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും നല്ലത്. മീൻ അവിടെ ഫ്രൈ ആയി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കിയതല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക്, അതായത് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പേരെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താണേ 3 പേരും ഒരു വഴിക്ക് പോകണ്ടല്ലേ, ഒരുമിച്ച് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. വേണമെങ്കിൽ സവാള ആദ്യം ചേർത്ത് പിന്നെ പച്ചമുളക് ചേർത്ത് പിന്നെ തക്കാളി ചേർത്ത് അങ്ങനെ ചെയ്യാം. നമ്മൾ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ അതൊന്നും നടക്കത്തില്ലെന്നേ, ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഉപ്പൂടി ചേർത്ത് കഴിഞ്ഞാലല്ലേ നമുക്കൊരു മനസ്സമാധാനം വരുന്നുണ്ട്. ഇത്തിരി ഉപ്പൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനെ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും തക്കാളിയും സവാളയും എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരത്തില്ലേ, ആ പരിവാകുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലപ്പൊടി അത് കേട്ടോ, അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനെല്ലാം അതിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ മീൻ നിരത്തുന്നതിന് മുമ്പ് തന്നെ ആ മസാലയിലേക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. വേറെ ഒന്നുമല്ല, ഒരു 1.5 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണമേ. എന്നിട്ട് വേണം അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം ഈ മീനെ പറക്കി നിരത്താനായിട്ട്. ഞാൻ പക്ഷേ മീനൊക്കെ പറക്കി നിരത്തി കഴിഞ്ഞപ്പോഴാണ് തൈരിൻ്റെ കാര്യം ഓർത്തത്. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്ത് ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. മീനെല്ലാം നിരത്തി വെച്ചിട്ട് ആ മസാല അതിനകത്തേക്ക് ഇങ്ങനെ വരത്തക്ക രീതിയിൽ മൊത്തം ആക്കി കൊടുക്കാം. മസാല എല്ലാം ഇങ്ങനെ മീനിൻ്റെ പുറത്തോട്ടൊക്കെ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി കോസി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് റൈസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാല ഇട്ട് വീണ്ടും കുറച്ച് റൈസ് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ആ മസാല ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫിഷ് ബിരിയാണി ഇഷ്ടമില്ലാത്ത ഞാൻ ഇപ്പോൾ ഫിഷ് ബിരിയാണിയുടെ വലിയൊരു ഫാൻ ആയിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെ ഇതുവരെ ഫിഷ് ബിരിയാണി ഇഷ്ടപ്പെടാതിരുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ഐറ്റമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചുമ്മാതെ പോവാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് പോയേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.